എടാ മോനെ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എല്ലാ സൈഡും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏരിയ. എടാ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ആരാടാ? ബേസ് ആരാ? ബേസ് 9 ആണ്. ഇൻറ്റു ഹൈറ്റ് ആരാണ്? ഇവിടുത്തെ ഹൈറ്റ് 12 ആണ്. ഈ 12ഉം 2ഉം കട്ട് ചെയ്താൽ ബാക്കി എന്തുണ്ടാവിടാ? 2 ഉണ്ടാവില്ലേ? ബാക്കി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 9 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 സെന്റിമീറ്റർ സ്ക്വയർ. എന്ത് കിട്ടിയടാ? ഏരിയ കിട്ടി. സാർ ഇതിന്റെ കൂടെ, ഇത് സബ് ക്വസ്റ്റ്യൻ എ ആണ് കേട്ടോ, സബ് ക്വസ്റ്റ്യൻ ബിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് സാർ ഇതിന്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്താണ് ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ ഒന്ന് പറഞ്ഞേ. 9 + 12 + 15 ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവൂടാ? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 36 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ നമുക്ക് പെരിമീറ്ററും കിട്ടി. സാറ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് ചെയ്താണ്. എന്താ പിടിച്ചോളി. ഏരിയ ഈസ് ഈക്വൽ ടു 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 36 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സബ് ക്വസ്റ്റ്യൻ ബിയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞതാ ഇൻ റേഡിയസ് കണ്ടുപിടിക്കണം. ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. R ഈസ് ഈക്വൽ ടു A/S. ആരാടെ എസ് എന്ന് പറഞ്ഞാൽ? എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്. ദാറ്റ് ഈസ് 36ന്റെ പകുതിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18. 36ന്റെ പകുതി ആരാ? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻസർക്കിൾ റേഡിയസ് ആരായിരിക്കടാ? A/S. എയും 18 ആണ്, എസും 18 ആണ്. സോ ദ റേഡിയസ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. സെറ്റ് അല്ലടാ?